ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു PSC പരീക്ഷയിലും കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനായ ഇതുവരെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷന്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ ഈ 3 സെക്ഷനും നമ്മൾ കമ്പയർ ചെയ്തിട്ടങ്ങ് പഠിക്കുവാണ്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക, നമ്മുടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിരുന്നു. നേരത്തെ അത് രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെയായിരുന്നു പേര്. അങ്ങനെ 2023 89 ഭേദഗതി പ്രകാരമാണ് ഇങ്ങനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചത്. അപ്പം എന്നായിരുന്നു 2003 ഭേദഗതിയിലൂടെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയത്. അപ്പോൾ ആ കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പട്ടികവർഗ കമ്മീഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുക. അപ്പം ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആകുമ്പോൾ 338A, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338B ആണ്. അപ്പം മനസ്സിലായോ? അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 338, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ 338A, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാകുമ്പോൾ 338B. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. അപ്പം ഈ ദേശീയ പട്ടികജാതി നമ്മൾ പറഞ്ഞു 2003 89 ഭേദഗതി കഴിഞ്ഞാണ് ഇത് സെപ്പറേറ്റ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടികവർഗ കമ്മീഷനും അപ്പോൾ അത് അന്ന് തന്നെയായിരുന്നു, 2004 ഫെബ്രുവരി 19 നിലവിൽ വന്നത്. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാണെങ്കിൽ 1993 നിലവിൽ വന്നത്. പക്ഷേ അതിന് ഭരണഘടനാ പദവി ലഭിച്ചത് 2018 102 ഭേദഗതി പ്രകാരമാണ്. അങ്ങനെ ഭരണഘടനാ പദവി ലഭിച്ചതിനു ശേഷം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ഭഗവാൻ ലാൽ സാഹ്നിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ 3 കോളമൊക്കെ വരച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കോളം തിരിച്ചെഴുതുക. ആദ്യത്തെ കോളത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ആർട്ടിക്കിൾ 338A, 338B. ഇനിയും ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19, ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ അവിടെ എഴുതുക നിലവിൽ വന്നത് 1993 ഭരണഘടനാ പദവി ലഭിച്ചത് അതും എഴുതി വെക്കുക 2018 102 ഭേദഗതി പ്രകാരമാണ്. ഇനിയും ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാന്നറിയോ? രാഷ്ട്രപതിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെയും അംഗങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെയും അംഗങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ഇനി ഈ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് 3 എണ്ണത്തിലും, ദേശീയ പട്ടികജാതി കമ്മീഷനിലും, ദേശീയ പട്ടികവർഗ കമ്മീഷനിലും, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലും അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിന് അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഇനിയും ഇത് കാലാവധി, എത്ര നാളത്തേക്കുള്ള കാലാവധി, അതുപോലെ തന്നെ സേവന വ്യവസ്ഥകൾ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനിലും രാഷ്ട്രപതിയാണ്, ദേശീയ പട്ടികവർഗ കമ്മീഷനിലും രാഷ്ട്രപതിയാണ്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലും ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പം അംഗങ്ങളെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, അപ്പോൾ ഇതുപോലെ തന്നെ കാലാവധി തീരുമാനിക്കുന്ന, സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി ഇവരൊക്കെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കും, അതും രാഷ്ട്രപതിക്കാണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷന് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനിയും ഓരോന്നിലെയും അംഗങ്ങളാണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനിൽ മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളാണുള്ളത്. ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, പിന്നെ 3 അംഗങ്ങൾ, അങ്ങനെ 5 പേരാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിലും 5 അംഗങ്ങളാണുള്ളത്. ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, പിന്നെ 3 അംഗങ്ങളാണ് ഉള്ളത്. നമ്മുടെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലും 5 പേരാണ് ടോട്ടലുള്ളത്. ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, പിന്നെ 3 അംഗങ്ങളും ഉണ്ട്. അത്രയും കാര്യങ്ങൾ അവിടെ
സെറ്റായല്ലോ. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ്. ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെയും ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹി. ദേശീയ പിന്നോക്ക വിഭാഗത്തിൻ്റേത് ന്യൂഡൽഹി. അപ്പം ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആക്കുക. പിന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പട്ടികവർഗ കമ്മീഷൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ സെറ്റായല്ലോ അല്ലേ? അത്രയും അവിടെ ഓർത്തിരിക്കുക. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ആദ്യ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ആദ്യ ചെയർമാനായിരുന്നു സൂരജ് ഭാൻ. അടുത്ത കോളം ഏതായിരുന്നു? ദേശീയ പട്ടികവർഗ കമ്മീഷൻ. അതിലെ ആദ്യത്തെ ചെയർമാനായിരുന്നു കൻവർ സിംഗ്. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാനായിരുന്നു ആര്? RN പ്രസാദ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ആദ്യ ചെയർമാനായിരുന്നു സൂരജ് ഭാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാനായിരുന്നു കൻവർ സിംഗ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ ആദ്യ ചെയർമാനായിരുന്നു ആര്? RN പ്രസാദ്. ഓക്കെ ആണല്ലോ, സെറ്റായാലോ. ഇനി ഇതിലൊക്കെ ഇപ്പോഴാരാണ്, കറൻ്റ്ലി ആരാണ്? അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ഇപ്പോഴത്തെ ആളാണ് കിഷോർ മക്വാൻ. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ ഇപ്പോഴത്തെ ആൾ ആരെന്ന് ചോദിച്ചാൽ അത് രാജിവെച്ചേക്കും. നിലവിൽ ആളില്ല. അപ്പോൾ പത്രം വായിക്കുമ്പോൾ ഡേറ്റ കിട്ടുമ്പോൾ നോട്ട് ചെയ്തോണം. ഓക്കെ ആണല്ലോ. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ ഇപ്പോഴത്തെ ആളാണ് ഹൻസ്രാജ് ഗംഗാറാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മുടെ ഓരോ പട്ടികജാതി കമ്മീഷൻ്റെ പട്ടികവർഗ കമ്മീഷൻ്റെയൊക്കെ അത്രയും കാര്യങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഓക്കെ, പട്ടികവർഗ കമ്മീഷൻ്റെ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ആരാന്നുള്ളത് നോക്കുക. പിന്നെ ഈ ചുമതല പറഞ്ഞാൽ ഈ പട്ടികജാതി കമ്മീഷൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ പട്ടികജാതി ഭരണഘടനയ്ക്കുള്ള അവകാശങ്ങൾ നേടുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. പട്ടികവർഗത്തിനെയാണെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഭരണഘടനാ അവകാശങ്ങൾ നേടുക, ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതൊക്കെയാണ്. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുക. ഇതാണ് ഇവരുടെ ചുമതലകളെന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ പറഞ്ഞു, നിലവിൽ വന്നത് പറഞ്ഞു, അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്, അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ്, കാലാവധി തീരുമാനിക്കുന്നത്, സേവന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്, അതുപോലെ ഓരോന്നിലും പട്ടികജാതി കമ്മീഷനിലും പട്ടികവർഗ കമ്മീഷനിലും ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലുമൊക്കെ എത്ര അംഗങ്ങളുണ്ട്, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, ഇപ്പോഴത്തെ ചെയർമാൻ ആരൊക്കെയാണ്, പിന്നെ അംഗങ്ങളുടെ കാലാവധി എത്ര നാളാണ്, ഓരോന്നിൻ്റെ ചുമതലകളും പഠിച്ചു. അങ്ങനെ ആ ഒരു 3 സെക്ഷനും അതോടെ നമ്മളങ്ങ് കംപ്ലീറ്റ് ആയി. എന്തൊക്കെയായിരുന്നു? ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ 3 കോളം അങ്ങ് തിരിച്ചിട്ട് ഹെഡിങ് കൊടുക്കുക. അതിൽ ഓരോന്നും ഇങ്ങനെ നേരെ എഴുതിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ക്ലാസ് ക്ലിയറായി, കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ അതുപോലെ തന്നെ എനിക്ക് പഠിക്കുന്നതിടെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരെ കാണുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ.